ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ശ്യാം അരുണിനെ എങ്ങനെയൊക്കെയോ ഐശ്വര്യയുടെ കൂടെ പറഞ്ഞു വിടുന്നതാണ്. പിന്നീട് കാണിക്കുന്നത് അരുൺ ഒരു അഡ്വക്കേറ്റിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നതാണ്. സാറിനെ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു ഡിവോഴ്സിൻ്റെ കാര്യം പറയാനായിട്ട്. അങ്ങനെ അഭിരാമിയുടെയും ഐശ്വര്യയുടെയും എല്ലാ കാര്യങ്ങളും അരുൺ വക്കീലിനോട് പറയുമ്പോൾ വക്കീൽ പറയുകയാണ് ഐശ്വര്യ ഇതിൽ തെറ്റുകാരിയാണെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ വക്കീലെ, ഞാൻ പറഞ്ഞായിരുന്നല്ലോ, എനിക്ക് അബിയുടെയും എൻ്റെ മോളുടെയും ഒപ്പം ജീവിക്കാനാണ് ഇഷ്ടം. ഐശ്വര്യയെ കൊണ്ടുള്ള ശല്യം സഹിക്കാനേ വയ്യ. ഞാൻ പറഞ്ഞില്ലേ എൻ്റെ അനിയൻ്റെ ഭാര്യയെയും കുഞ്ഞിനെയും കൊല്ലാനായി വിഷം കൊടുത്ത കാര്യം. അത് നിങ്ങൾ അന്നേരമേ പോലീസിനെ അറിയിക്കേണ്ടതായിരുന്നെന്ന് വക്കീൽ പറയുമ്പോൾ ആ സമയത്ത് അതൊന്നും പറ്റിയില്ലെന്നും എങ്ങനെയെങ്കിലും ഐശ്വര്യ എൻ്റെ ജീവിതത്തിൽ നിന്നും തൂത്തുമാറ്റി തരണമെന്നും അരുൺ വക്കീലിനോട് പറയുന്നു. അരുൺ ആദ്യം വിവാഹം കഴിച്ച അഭിരാമിയിൽ അരുണിനൊരു കുഞ്ഞുണ്ട്. അത് നമുക്ക് അനുകൂലമാണ്. ഐശ്വര്യയ്ക്ക് ഇതുവരെ കുഞ്ഞുങ്ങളൊന്നുമില്ല. അമ്മയാകാൻ താല്പര്യമില്ലെന്നല്ലേ അരുൺ പറഞ്ഞത്. ഡിവോഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്യാൻ അകത്തേക്ക് ചെല്ലാൻ അരുണിനോട് ആ വക്കീൽ പറയുന്നു. അതിനുശേഷം അയാൾ എന്തൊക്കെയോ ആലോചിക്കുന്നതാണ് കാണിക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. ആദി അഖിലിനോട് പറയുകയാണ്, അഖി, നീ ഇനിയും ഒഴിഞ്ഞു മാറാൻ നിൽക്കരുത്. ഇത് കേൾക്കുന്ന വസുന്ധരയും പറയുകയാണ്, അതെ അഖി, ഇനി നീ ഒഴിയരുത്. അതേസമയം കരഞ്ഞുകൊണ്ട് ഐശ്വര്യ അങ്ങോട്ടേക്ക് വരികയാണ്. എൻ്റെ എല്ലാം പോയി, എൻ്റെ ജീവിതമേ നശിച്ചു പോയെന്ന് പറഞ്ഞ് ഐശ്വര്യ കരയുമ്പോൾ വസുന്ധര ചോദിക്കുകയാണ്, എന്താ ഐശ്വര്യ, എന്തു പറ്റി? അരുൺ എന്നെ വീണ്ടും ചതിച്ചെന്ന് ഐശ്വര്യ പറയുമ്പോൾ വർമ്മ പറയുകയാണ്, എൻ്റെ ഐശ്വര്യ, നീ കാര്യങ്ങൾ പറ. അതേസമയം ശ്യാമയും അങ്ങോട്ടേക്ക് വരികയാണ്. എന്താ ഏതാന്നൊക്കെ നിങ്ങൾ ശ്യാമയോട് ചോദിച്ചാൽ മതി, ശ്യാമ കാര്യങ്ങളെല്ലാം പറഞ്ഞു തരുമെന്ന് ഐശ്വര്യ പറയുന്നു. എന്താ ശ്യാമേ, എന്താ പ്രശ്നമെന്ന് വസുന്ധരയും ചോദിക്കുന്നു. ഇവരുടെ പുന്നാരമോൻ ചെയ്ത ചതിയുടെ കഥ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കു ശ്യാമേ. അതച്ചാ, അശ്വതി ചേച്ചിയുടെ വീട്ടിൽ ഒരു പ്രശ്നമുണ്ടായിരുന്നു. അശ്വതി ചേച്ചിയോ എന്ന് വർമ്മ ചോദിക്കുമ്പോൾ ബാക്കി എല്ലാവരും ഞെട്ടലോടെ നിൽക്കുകയാണ്. എന്താ പ്രശ്നമെന്ന് ആദ്യ ചോദിക്കുമ്പോൾ താൻ കണ്ട കാര്യങ്ങളെല്ലാം എല്ലാവരോടും പറയുകയാണ് ശ്യാമ. അങ്ങനെ കാര്യങ്ങളെല്ലാം കേട്ട് എല്ലാവരും ഞെട്ടലോടെ നിൽക്കുമ്പോൾ ഐശ്വര്യ പറയുകയാണ്, എനിക്കിവിടെ ചോദിക്കാനും പറയാനും ആരും ഇല്ലാതായിപ്പോയോ? ഈശ്വര, ഇതെന്തൊരു ജന്മമായിപ്പോയി എൻ്റേത്. ശ്യാമ പറഞ്ഞതെല്ലാം സത്യമാണോ എന്ന് വർമ്മ ചോദിക്കുമ്പോൾ സത്യമാണെന്ന് ശ്യാമ പറയുന്നു. അങ്ങനെ അരുണിനെ വെറുതെ വിടാൻ പറ്റില്ലല്ലോ എന്ന് വർമ്മ പറയുമ്പോൾ അരുൺ എവിടെയെന്ന് ആദി ചോദിക്കുന്നു. ശ്യാമ എന്നെ അരുണിന്റെ കാറിൽ കയറ്റിവിട്ടതാ. അരുൺ എന്നെ മനഃപൂർവ്വം റോഡിൽ ഇറക്കി വിട്ടു. കാറിൽ നിന്നും ഇറങ്ങാതിരുന്ന എന്നെ തള്ളിയിട്ട് കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി. പാവം, ഞാൻ പേടിച്ചുപോയി. ഞാൻ എങ്ങനെയോ ഒരു ഓട്ടോയിൽ കയറിയാ ഇങ്ങോട്ടേക്ക് എത്തിയത്. അവൻ എവിടെ പോകുവാണെന്ന് നിന്നോട് പറഞ്ഞില്ലേ എന്ന് ആദി ചോദിക്കുമ്പോൾ സിംഹത്തെ പോലെ എന്നെ വലിച്ചു കീറാൻ നിൽക്കുകയായിരുന്നു. അയാള് എന്നോട് എന്ത് പറയാനാണെന്ന് ഐശ്വര്യ ചോദിക്കുന്നു. ഇത് കേൾക്കുന്ന വർമ്മ ദേഷ്യത്തോട് പറയുകയാണ്, അരുൺ ഇങ്ങോട്ട് വരട്ടെ. ഇന്ന് രണ്ടിലൊന്ന് അറിഞ്ഞിട്ട് തന്നെ ബാക്കി കാര്യം. ആദി, നീ അരുണിനെ ഫോൺ ചെയ്. എവിടെയാണെങ്കിലും പെട്ടെന്ന് ഇവിടെ എത്താൻ പറയണം. ഇതൊക്കെ കേൾക്കുന്ന ഐശ്വര്യ സന്തോഷത്തോടെ നിൽക്കുകയാണ്. അതേസമയം അരുൺ ആനന്ദ നിലയത്തിൽ എത്തിയിരിക്കുകയാണ്. അകത്തേക്ക് കയറിയുടൻ അരുൺ മുറിയിലേക്ക് പോകാനൊരുങ്ങുമ്പോൾ വർമ്മ പറയുകയാണ്, അരുൺ അവിടെ നിന്നേ. നീ എന്തു ഭാവിച്ച ഈ നടക്കുന്നത്? കുടുംബത്തെ നാണം കെടുത്തിയേ നീ അടങ്ങുകയുള്ളൂ. ഐശ്വര്യെ, നീ ഇവിടെ വായെന്ന് പറഞ്ഞ് അരുണിന്റെ അടുത്ത് ഐശ്വര്യയെ നിർത്തുകയാണ് വർമ്മ. ഇവളെ ഞങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് നീ പറഞ്ഞതാ. അച്ഛൻ ചോദിച്ചതുകൊണ്ട് ഞാൻ മറുപടിയൊന്നും പറയുന്നില്ലെന്ന് അരുൺ പറയുന്നു. എന്താണെങ്കിലും നീ പറയാൻ വർമ്മ പറയുമ്പോൾ അരുൺ പറയുകയാണ്, ഇതേപോലെ മനുഷ്യരെ ശല്യം ചെയ്യുന്നവരെ വെട്ടിനുറുക്കി കടലിൽ കൊണ്ടിടണം. വിഷം കൊടുത്ത് ശ്യാമയും കുഞ്ഞിനെയും കൊല്ലാൻ നോക്കി അന്ന് തന്നെ ഇത് ചെയ്യേണ്ടതായിരുന്നു. ഇത് കേൾക്കുന്ന എല്ലാവരും ഞെട്ടലോടെ അരുണിനെ നോക്കുകയാണ്. പക്ഷേ എനിക്ക് ഇതുപോലെ സംസ്കാരമില്ലാത്ത ഒരുത്തിയെ കൊന്നിട്ട് ജയിലിൽ പോയി കിടക്കേണ്ട ആവശ്യമില്ല. അതാ ഞാൻ ചെയ്യാതിരുന്നത്. എനിക്കിപ്പോ ഞാൻ സ്നേഹിച്ച, ഞാൻ സന്തോഷത്തോടെ താലി ചാർത്തിയ എൻ്റെ കുഞ്ഞിൻ്റെ അമ്മയുണ്ട്. എൻ്റെ മോൾക്കിനി അവളുടെ അച്ഛന് വേണം. അച്ഛൻ്റെ സ്നേഹവും സംരക്ഷണവും വേണം. അല്ലാതെ ഇതുപോലെ ഒരുത്തിയെ കൊന്നിട്ട് ജയിലിൽ തീർക്കാനുള്ളതല്ല എൻ്റെ ജീവിതം. ഇത് കേൾക്കുന്ന ഐശ്വര്യ ആകെ തകർന്ന് അരുണിനെ നോക്കുകയാണ്. ഇവളെ ഞാൻ ഒരുപാട് സഹിച്ചു. ഇനി എന്നെ കൊണ്ട് സഹിക്കാൻ പറ്റില്ല. അമ്മയും ആദ്യേട്ടനും കൂടി എൻ്റെ ജീവിതം ഇങ്ങനെയാക്കി. ഞാനിപ്പോൾ എല്ലാവരുടെ മുമ്പിൽ വെറും കോമാളി മാത്രമാ. ഇനി എനിക്ക് വയ്യ. എൻ്റെ ജീവിതം ഇനി തീരുമാനിക്കുന്നത് ഞാനാണ്. ഞാനൊരു തീരുമാനമെടുത്തിട്ടുണ്ട്. നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ ഇവിടെയുള്ള എല്ലാവരും അത് അറിയുക തന്നെ ചെയ്യും. എല്ലാത്തിനും എല്ലാവരോടും മാപ്പ്. ഞാനിവിടുന്ന് ഇറങ്ങുകയാണ്. അതായിരിക്കും എല്ലാവർക്കും നല്ലത്. അത്രയും പറഞ്ഞുകൊണ്ട് അരുൺ അവിടുന്ന് പോകുമ്പോൾ എല്ലാവരും അരുണിനെ തടയുകയാണ്. നിങ്ങളാരും പേടിക്കണ്ട. ഞാൻ എന്താണെങ്കിലും അബിയുടെ വീട്ടിലേക്കല്ല പോകുന്നത്. തുടർന്ന് അഖിലും ശ്യാമയും ചേർന്ന് അരുണിനെ തടയുകയാണ്. അരുണേട്ടാ, ഇവിടെ നിന്ന് പോകരുത്. ഞാനും അഖിൽ സാറും എല്ലാവരുടെയും ഒപ്പം സന്തോഷത്തോടെ ജീവിക്കാൻ വേണ്ടിയാ ഇങ്ങോട്ടേക്ക് വന്നത്.
ഏട്ടൻ ഇവിടുന്ന് പോവുകയാണെങ്കിൽ ഞങ്ങളും ഈ നിമിഷം ഇവിടുന്ന് ഇറങ്ങും. ഏട്ടാ, ഏട്ടനോട് ഒരു അനുജത്തി പറയുകയാണെന്ന് കരുതിയാൽ മതി. ഏട്ടൻ ഇവിടുന്ന് പോകരുത്. അരുണേട്ടൻ എന്നെ സ്വന്തം അനിയത്തിയേട്ടാ കാണുന്നതെന്നാ എന്റെ വിശ്വാസം. അനിയത്തി പറഞ്ഞാൽ ഏട്ടൻ കേൾക്കില്ലേന്ന് ശ്യാമ ചോദിക്കുമ്പോ അരുൺ ദേഷ്യത്തോടെ അകത്തേക്ക് കയറി പോവുകയാണ്. അകത്തേക്ക് കയറുന്ന അരുൺ ദേഷ്യത്തോടെ ഐശ്വര്യയെ നോക്കിയിട്ട് മുറിയിലേക്ക് പോകുന്നു. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.